this market. The market is a type of difficult market. ഭയങ്കര ചോപ്പി മാർക്കറ്റ് ആയിരുന്നു. പ്രോപ്പർ എൻട്രി സെറ്റപ്പ് ഒന്നും എനിക്ക് എൻ്റെ ഒരു ഇതിനനുസരിച്ച് കിട്ടിയില്ല. സോ എൻട്രി ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് വീഡിയോ പറഞ്ഞ് അവസാനിപ്പിക്കാം. സോ മാർക്കറ്റ് ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്തു, അത് കഴിഞ്ഞാൽ ഒരു ചോപ്പിയായിട്ട് മാർക്കറ്റ് മണ്ടക്കോട്ട് മൂവ് ചെയ്തു. അത്യാവശ്യം നല്ല പോയിന്റ്സ് മണ്ടക്കോട്ട് മൂവ് ചെയ്തു. അതിനുശേഷം ഒരു ചെറിയ സപ്ലൈ ബേസ് ക്രിയേറ്റ് ചെയ്തു. അതൊരു ബിൽഡപ്പ് അല്ല, ഒരു ബേസ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് തിരിച്ചു പോയ ബേസിനെ എടുത്തു. അതിനുശേഷം വീണ്ടും ഒരു സപ്ലൈ ബേസ് ക്രിയേറ്റ് ചെയ്തു. അത് ബിൽഡപ്പ് ആവാൻ പറ്റുന്നില്ല എന്നുവെച്ചാൽ അത് ബിൽഡപ്പ് ആവാനുള്ള കപ്പാസിറ്റി അതിനില്ല. അതുകൊണ്ടത് സപ്ലൈ ബേസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്തു. വീണ്ടും ആ സപ്ലൈ ബേസിനെ മാർക്കറ്റ് എടുക്കുന്നു. അതിനുശേഷം വീണ്ടും സപ്ലൈ ബേസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതും ബിൽഡപ്പ് ആവാനുള്ള കപ്പാസിറ്റി ഇല്ലാതെ മണ്ടയ്ക്കോട്ട് പോകുന്നു. ഇവിടുന്ന് ഒരു എൻട്രി സെറ്റപ്പ് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ മാർക്കറ്റ് ഇത്രയും ചോപ്പി ആയതുകൊണ്ടും അധികം പോയിന്റ്സ് ഇവിടുന്ന് മണ്ടയ്ക്കോട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഇവിടെ വരെ നമുക്ക് ആക്ച്വലി നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടുന്ന് റിജക്ഷൻസ് താഴോട്ട് വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ആക്ച്വലി ഇവിടെ വരെ ഇവിടെ നിന്ന് എൻട്രി എടുത്താൽ ഇവിടെ വരെ എടുക്കാൻ പറ്റും. അതുകൊണ്ട് RR ഇല്ലാത്തതുകൊണ്ട് ആ എൻട്രി നമ്മൾ അവോയ്ഡ് ചെയ്തു. 1:2 RR ഉള്ള എൻട്രീസേ നമ്മൾ എടുക്കാറുള്ളൂ. അപ്പോൾ ഈ ഒരു എൻട്രി നല്ലൊരു RR ഇല്ലാത്തതുകൊണ്ട് നമ്മളത് അവോയ്ഡ് ചെയ്തു. അതിനുശേഷം വീണ്ടും സപ്ലൈ ബേസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ഒരു സപ്ലൈ ബേസ് മാത്രമേ ഇവിടെ ഒരു സപ്ലൈ ബിൽഡപ്പ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാ സപ്ലൈ സോണായിട്ടാണ് ആക്ട് ചെയ്തിട്ടുള്ളത്. സപ്ലൈ ബേസ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം പോയി ഡിമാൻഡ് ബേസിനെ എടുക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ബിൽഡപ്പ് ഇതൊരു സ്ട്രോങ് ബിൽഡപ്പായിട്ട് നമുക്ക് സപ്ലൈ ബിൽഡപ്പായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. അതിനുശേഷം ഇവിടുന്നൊരു എൻട്രി ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഭയങ്കര ചോദ്യ മാർക്കറ്റാണ്. പിന്നെ മാർക്കറ്റിൽ ഇവിടുന്ന് ഒരു അഗ്രസീവ് എൻട്രി പുഷ് ചെയ്യാനുള്ളൊരു മൈൻഡ് എനിക്കില്ലായിരുന്നു. കാരണം അത് ഒത്തിരി അഗ്രസീവ് ആയിപ്പോയി. ഒരു എൻട്രി എന്ന് പറഞ്ഞാൽ അഗ്രസീവ് എൻട്രി ആയിപ്പോയി. ഇവിടെ വരെ നമുക്ക് ടാർഗറ്റ് ചെയ്യായിരുന്നു. ഇത് എൻട്രി എടുത്തിരുന്നെങ്കിൽ നല്ലൊരു പോയിന്റ് കിട്ടിയത്. പക്ഷെ അത് നമ്മൾ ക്യാപ്ചർ ചെയ്തില്ല. അതിനുശേഷം വീണ്ടും ഒരു ഡിമാൻഡ് ബേസ് ക്രിയേറ്റ് ചെയ്യുന്നു. അത് മണ്ടയ്ക്കോട്ട് പോകുന്നു. ഡിമാൻഡ് ബേസ് ബിൽഡപ്പ് ആയില്ലത്. അതിനുശേഷം വീണ്ടും സപ്ലൈ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് സപ്ലൈ ബേസിനെയും ഈ മുമ്പേ ഫോം ചെയ്ത പ്രോപ്പർ സപ്ലൈ ബേസിനെ എടുക്കുന്നു. ഇവിടെ നമ്മൾ സപ്ലൈ ബേസിന് ഇതൊരു ബിൽഡപ്പ്, ഈ ഡിമാൻഡ് ബിൽഡപ്പിനൊക്കെ എടുത്തത് കൊണ്ട് ഈ സപ്ലൈ ബിൽഡപ്പിൽ നിന്ന് നമുക്കൊരു എൻട്രി പ്ലാൻ ചെയ്യാമായിരുന്നു. പക്ഷെ ഇവിടെ ഒരു പ്രോപ്പർ VIV എൻട്രി ക്രൈറ്റീരിയ നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ ആ എൻട്രി അവോയ്ഡ് ചെയ്തത്. അതിനുശേഷം മാർക്കറ്റ് ഭയങ്കര അഗ്രസീവായിട്ട് കണ്ടൊക്കെ പോയി. അതിനുശേഷം ഭയങ്കര ഷോപ്പിംഗ് മാർക്കറ്റ് ആയതുകൊണ്ട് നമ്മൾ ഇന്ന് ട്രേഡിങ് അവോയ്ഡ് ചെയ്യാം. ഇതുവരെ എൻട്രീസ് ഒന്നും കിട്ടിയില്ല. ഏകദേശം 2-2.25 കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ എൻട്രി നോക്കുന്നില്ല എന്നുള്ളൊരു പ്ലാനിൽ ഇന്നത്തെ മാർക്കറ്റ് ക്ലോസ് ചെയ്തു. പക്ഷേ യൂറോ USD നമ്മൾ ഇന്നലെ ഒരു എൻട്രി എടുത്തിട്ട് അത് സ്റ്റിൽ റണ്ണിങ് ആണ്. ഓക്കെ ബൈ.